ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ആവർത്തിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഏത് ക്ഷേത്രത്തിലെ ഉത്സവമാണ് വൈശാഖോത്സവം? ഏത് ക്ഷേത്രത്തിലെ ഉത്സവമാണ് വൈശാഖോത്സവം? ഉത്തരം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ് വൈശാഖോത്സവം. അടുത്ത ചോദ്യം, ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്ന ക്ഷേത്രം? ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്ന ക്ഷേത്രം? ഉത്തരം കടുത്തുരുത്തി. കടുത്തുരുത്തി ക്ഷേത്രത്തെ പറ്റിയാണ് ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യം, രേവതി പട്ടത്താനത്തിൻ്റെ വേദി? രേവതി പട്ടത്താനത്തിൻ്റെ വേദി? ഉത്തരം കോഴിക്കോട് തളി ക്ഷേത്രം. കോഴിക്കോട് തളി ക്ഷേത്രമാണ് രേവതി പട്ടത്താനത്തിൻ്റെ വേദി. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ഏത് ക്ഷേത്രത്തിലെ ഉത്സവമാണ് വൈശാഖോത്സവം? കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഉണ്ണുനീലി സന്ദേശത്തിൽ പരാമർശിക്കുന്ന ക്ഷേത്രം ഏതാണ്? കടുത്തുരുത്തി ക്ഷേത്രം. രേവതി പട്ടത്താനത്തിൻ്റെ വേദി കോഴിക്കോട് തളി ക്ഷേത്രം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം? ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം? ഉത്തരം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇന്ത്യയിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. അടുത്ത ചോദ്യം, കവിയൂർ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ്? കവിയൂർ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം ആലപ്പുഴ. ആലപ്പുഴയിലാണ് കവിയൂർ ഗുഹാക്ഷേത്രം. അടുത്ത ചോദ്യം, ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം വയനാട്. വയനാട്ടിലാണ് ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ഇന്ത്യയിൽ ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം. കവിയൂർ ഗുഹാക്ഷേത്രം ആലപ്പുഴ. ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം വയനാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന തടാക ക്ഷേത്രം? കേരളത്തിലെ പ്രധാന തടാക ക്ഷേത്രം? ഉത്തരം അനന്തപുരം ക്ഷേത്രം. കേരളത്തിലെ പ്രധാന തടാക ക്ഷേത്രം ഏതാണ്? അനന്തപുരം ക്ഷേത്രം. അടുത്ത ചോദ്യം, വാസ്കോഡഗാമയും കൂട്ടരും പള്ളിയാണെന്ന് കരുതി പ്രാർത്ഥിച്ച ക്ഷേത്രം? വാസ്കോഡഗാമയും കൂട്ടരും പള്ളിയാണെന്ന് കരുതി പ്രാർത്ഥിച്ച ക്ഷേത്രം പുത്തൂർ ക്ഷേത്രം, കോഴിക്കോട്. കോഴിക്കോടുള്ള പുത്തൂർ ക്ഷേത്രത്തിലാണ് വാസ്കോഡഗാമയും കൂട്ടരും പള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രാർത്ഥിച്ചത്. അടുത്ത ചോദ്യം, കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം? കൂടൽമാണിക്യ ക്ഷേത്രം. അടുത്ത ചോദ്യം, അർദ്ധകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം? അർദ്ധകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം? ഉത്തരം കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം. കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രമാണ് അർദ്ധകാശി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മടവൂർപ്പാറ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ്? മടവൂർപ്പാറ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് മടവൂർപ്പാറ ഗുഹാക്ഷേത്രം. അടുത്ത ചോദ്യം, ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്നത്? ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്നത്? ഉത്തരം കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. അർദ്ധകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം. മടവൂർ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്നത് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം. അടുത്ത ചോദ്യം, പെരുന്തച്ചൻ പണിതതായി കരുതപ്പെടുന്ന ക്ഷേത്രം? പെരുന്തച്ചൻ പണിതതായി കരുതപ്പെടുന്ന ക്ഷേത്രം? ഉത്തരം ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. പെരുന്തച്ചൻ പണിതതായി കരുതപ്പെടുന്ന ക്ഷേത്രം ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം. അടുത്ത ചോദ്യം, കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിക്കുന്ന ക്ഷേത്രം? കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിക്കുന്ന ക്ഷേത്രം? ഉത്തരം അമ്പലപ്പുഴ. അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, വേലകളിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം? വേലകളിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം? ഉത്തരം അമ്പലപ്പുഴ ശ്രീരാമകൃഷ്ണ സ്വാമി ക്ഷേത്രം. അടുത്ത ചോദ്യം, ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത്? ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത്? ഉത്തരം കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ദക്ഷിണ വാരണാസി കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. അടുത്ത ചോദ്യം, ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്? ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്? ഉത്തരം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അടുത്ത ചോദ്യം, ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത്? ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത്? ഉത്തരം തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം. അപ്പോൾ ഇന്ന് നമ്മൾ PSC ആവർത്തിക്കുന്ന കേരളത്തിലെ ആരാധനാലയങ്ങൾ എന്ന വിഭാഗത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും
ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ പോയിൻറ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്